എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ക്ലാസ്സില് ഈ 10 ദിവസം ജോയിൻ ചെയ്തതിന് ശേഷം മുമ്പുണ്ടായിരുന്നതിനേക്കാളും കുറെ മാറ്റങ്ങൾ വന്നു. അതില് മെയിൻ ഒരു കാര്യം, ഏഹ്, ഞാൻ ഒത്തിരി വാർത്ത വല്ലാതെ കേൾക്കുന്നവരാണ്. ഓക്കെ. രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടൊക്കെ കേൾക്കും. ഉം. അപ്പോ ഈ പറഞ്ഞ പോലെ ഈ പത്രമൊക്കെ വായിക്കും. ഒന്നാമതെ നമുക്ക് ഈ കൊലപാതകം, ക്രൈംസും പിന്നെ പ്രശ്നങ്ങളും ഇതൊക്കെ അതൊക്കെ അങ്ങ് മനസ്സിൽ കയറ്റി വല്ലാതെ അങ്ങ് ചിന്തിക്കുമായിരുന്നു. പക്ഷേ സാറിന്റെ ക്ലാസ്സിൽ ഇപ്പം പങ്കെടുത്തതിന് ശേഷം ഇപ്പൊ അത് അങ്ങനെ ഇപ്പം സത്യം പറഞ്ഞാ അങ്ങനെ വലിയ കാര്യമായി വാർത്ത കേൾക്കാറില്ല ശരിക്കും പറഞ്ഞാ. കേൾക്കാറില്ല. ഇപ്പം പത്രം വായിച്ചാൽ തന്നെ ചുമ്മാ ഹെഡിങ് ഇങ്ങനെ ഓടിച്ചു പോകത്തേ ഉള്ളൂ. അതിലേക്ക് ഡീപ്പായിട്ടൊന്നും അതിന്റെ വിശദമായിട്ടൊന്നും അങ്ങ് പോകുന്നില്ല. കാരണം അതിന്റെ ആവശ്യമില്ലാന്ന് എനിക്ക് മനസ്സിലായി. മറ്റേ നേരത്തെ അങ്ങനെയല്ലായിരുന്നു. വളരെ ഡീപ്പായിട്ട് അപ്പൊ അതൊരു മാറ്റമുണ്ട്. പിന്നെ ചിന്തകൾ ഒത്തിരി കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റി. ഏഹ് സാധിക്കുന്നു. മറ്റേ വല്ലാതെ ചിന്തിക്കാതെ എങ്ങനെ കൺട്രോൾ ചെയ്യുന്നത് നമുക്കറിയത്തില്ല. എനിക്കറിയത്തില്ല. ക്ലാസ്സിൽ പങ്കെടുത്തതിന് ശേഷം ചിന്തകൾ ഒരുപാട് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അത് വലിയൊരു കാര്യം തന്നെ. പിന്നെ നമ്മുടെ ഉള്ളിലുള്ള നമ്മളെ തന്നെ സ്നേഹിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം. അത് ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടുള്ള ഒരാളല്ല. നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുക, മറ്റുള്ളവരെ ചെയ്യുക, അതൊക്കെയാണല്ലോ, അങ്ങനെയാണല്ലോ പരോപകാരം ചെയ്യണം എന്നുള്ളതാണല്ലോ. അപ്പൊ നമ്മളെ തന്നെ ശ്രദ്ധിക്കുകയോ നമ്മളെ തന്നെ സ്നേഹിക്കുകയോ അല്ലെങ്കിൽ ഈ കത്തെഴുതുന്നതും നമ്മുടെ ഇന്നർ ചൈൽഡിനെ അതൊക്കെ ഒരു സത്യം പറഞ്ഞ ഒരു വലിയൊരു കാര്യം തന്നെയാണ്. ഇത് ജീവിതത്തിൽ ആദ്യമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് ഒരു ഭയങ്കര സന്തോഷം തരുന്ന കാര്യം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് നമ്മളെ തന്നെ കൂടുതൽ ശ്രദ്ധിക്കാനും, ഇപ്പൊ സാറ് കുറച്ച് മുമ്പ് ലെറ്റർ എഴുതാൻ പറഞ്ഞപ്പോ തന്നെ അപ്പൊ തന്നെ എനിക്ക് പെട്ടെന്ന് എഴുതാനായിട്ട് പറ്റി. നമ്മളെ ഇഷ്ടപ്പെട്ടുകൊണ്ട്, നമ്മളെ അപ്രിഷിയേറ്റ് ചെയ്തുകൊണ്ട് എഴുതാനും സാധിച്ചു. പിന്നെ അങ്ങനത്തെ കാര്യങ്ങൾ സാറേ വന്നുകൊണ്ടിരുന്നു. പിന്നെ അതോടൊപ്പം കാര്യം കൂടെ പറയാം. സാറിന്റെ ഒരു കാര്യം പറഞ്ഞല്ലോ, 5 കാര്യങ്ങൾ എഴുതാൻ പറഞ്ഞല്ലോ. ഉം, അപ്പൊ എന്റെ ഫെഡറൽ ബാങ്ക് അക്കൗണ്ടാണ്. 5000 രൂപ സാറ് പറഞ്ഞു. രണ്ടാമത് സാറ് പറഞ്ഞപ്പം 10,000 എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ഓൾറെഡി 5000 എഴുതി പോയതുകൊണ്ട് പിന്നെ ഞാൻ എഴുതണ്ടാന്ന് വിചാരിച്ചു. പക്ഷേ സാറേ ഭയങ്കര ഒരു മിറക്കിൾ വേണമെന്ന് മിറക്കിളാണ് സംഭവിച്ചത്. കാരണം ഇന്ന് 4/5 രൂപ 5000 രൂപ അക്കൗണ്ടിൽ വന്നു. 5000 രൂപ എന്റെ. അത് എനിക്ക് തന്നെ ഇപ്പൊ സത്യം പറയാം, അത് നോട്ടിഫിക്കേഷൻ വന്നത് ഞെട്ടിപ്പോയി. ഇത് എത്ര പെട്ടെന്ന് ഇന്ന് തന്നെ അത് ഉണ്ടാവുമെന്ന് ഇന്നലെ എഴുതിയേ ഉള്ളൂ. പക്ഷെ 5000 രൂപ അത് വലിയൊരു ഒരു മിറക്കിളായിരുന്നു. ഞാൻ അത് ആദ്യമേ തന്നെ പറയണമെന്ന് ഇങ്ങനെ ഓർത്തോണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ ഒരു അവസ്ഥ വന്നു. ഒരു സംഭവം ഒരു വലിയൊരു മിറക്കിൾ. അപ്പം അപ്പം ചിന്തകളെ കുറെ കൺട്രോൾ ചെയ്യാൻ പറ്റും. നമ്മളിപ്പോ യാത്രയിലാണെങ്കിലും നടക്കുമ്പോഴാണെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും ഇപ്പൊ ഓർത്ത് മനസ്സങ്ങോട്ട് പോകുന്നതിന് മുമ്പത്തേക്കും ഇത്ര നന്ദി എല്ലാത്തിനും നന്ദി ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ പോകുമ്പോഴത്തേക്കും നമുക്ക് അതിനെ നമുക്ക് ഡിഫെൻഡ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. സാറേ ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് 1-2 യാത്രകൾ ചെയ്യേണ്ടതായിരുന്നു. യാത്ര ചെയ്തു. അടുത്ത വരുന്ന ആഴ്ചയോ അല്ലെങ്കിൽ 1-2 ആഴ്ചക്കുള്ളിൽ അത് അതിലേക്ക് ഉള്ള പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനു വേണ്ടി. ഒരു പുതിയൊരു സംരംഭം തുടങ്ങാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. വെരി ഗുഡ്. ചെയ്യുന്നുണ്ട്. വെൽ ഡൺ. ഓക്കെ.